യോശുവ അധ്യായം 11. അനന്തരം ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ അവൻ മാദോൻ രാജാവായ യോവാബ്, ഷിമ്രോൻ രാജാവ്, അക്ഷാഫ് രാജാവ് എന്നിവരുടെ അടുക്കലും മലമ്പ്രദേശത്തും കിന്നേരോത്തിന് തെക്ക് സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറ് ദോർ മേടുകളിലും ഉള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ, പർവ്വതങ്ങളിലെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യബൂസ്യർ, മിസ്പ ദേശത്ത് ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു. അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി. അപ്പോൾ യഹോവ യോശുവയോട്, അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെ ഒക്കെയും ഇസ്രായേലിന്റെ മുൻപിൽ ചത്തു വീഴുമാറാക്കും. നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം. അങ്ങനെ യോശുവയും പടജ്ജനമൊക്കെയും മേരോം തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു. യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. മഹാനഗരമായ സീദോൻ വരെയും മിസ്രേഫോത്ത് മയീം വരെയും കിഴക്കോട്ട് മിസ്പെ താഴ്വീതി വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു. അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ട് കളഞ്ഞു. യോശുവ ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ചു. അതിലെ രാജാവിനെ വാൾകൊണ്ട് കൊന്നു. ഹാസോർ മുൻപേ ആ രാജ്യങ്ങൾക്ക് ഒക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവൻ ഹാസോരിനെ തീ കൊടുത്തു ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയൊക്കെയും യോശുവ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങൾ ഒന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരെയൊക്കെയും അവർ വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. ഇങ്ങനെ മലനാടും തെക്കേ ദേശമൊക്കെയും ഗോശൻ ദേശമൊക്കെയും താഴ്വീതിയും അരാബയും ഇസ്രായേൽ മലനാടും അതിന്റെ താഴ്വീതിയും സെയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള ലെബാനോൻ താഴ്വരയിലെ ബാൽഗാദ വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ചു വെട്ടിക്കൊന്നു. ആ രാജാക്കന്മാരോടൊക്കെയും യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു. ഗിബിയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യത ചെയ്തില്ല. ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ചു ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേല്യ മലനാട് എന്നീയിടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി. ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാഖ്യനും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്നു. യോശുവ അധ്യായം 12.
ഇസ്രായേൽ മക്കൾ യോർദാനക്കരെ കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോൻ, അവൻ അർണോൻ ആറ്റുവക്കത്തുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലിയാദിന്റെ പാതിയും അമോനിയരുടെ അതിരായ യബോക്ക് നദി വരെയും കിന്നേരോത്ത് കടലും അരാബയിലെ കടലായ ഉപ്പ് കടലും വരെ ബേത് യെഷീമോത്തോളം ഉള്ള കിഴക്കേ അരാബയും ഫിസ്ക ജെരിവിന്റെ താഴെ തേമാനും വാണിരുന്നു. ബാശാൻ രാജാവായ ഊഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തെരോത്തിലും എദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കയും ബാശാൻ മുഴുവനും ഗശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഗിലിയാദിന്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോന്റെ അതിർവരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രായേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതിഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാനിക്കരെ പടിഞ്ഞാറ് ലെബാനോന്റെ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സെയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്ര വിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു. മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലഞ്ചെരിവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുമുള്ള ഹിത്യൻ, അമോര്യൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യബൂസ്യൻ എന്നിവർ തന്നെ. യെരിഹോ രാജാവ് 1, ബെതേലിനരികെയുള്ള ഹായി രാജാവ് 1, യെരുശലേം രാജാവ് 1, ഹെബ്രോൻ രാജാവ് 1, യർമൂത്ത് രാജാവ് 1, ലാഖീഷിലെ രാജാവ് 1, എഗ്ലോനിലെ രാജാവ് 1, ഗേസർ രാജാവ് 1, ദബീർ രാജാവ് 1, ഗേദർ രാജാവ് 1, ഹോർമ രാജാവ് 1, അരാദ് രാജാവ് 1, ലിബ്ന രാജാവ് 1, അധുല്ലാം രാജാവ് 1, മക്കേദ രാജാവ് 1, ബെതേൽ രാജാവ് 1, തപ്പൂഹ രാജാവ് 1, ഹേഫേർ രാജാവ് 1, അഫേക് രാജാവ് 1, ഷാരോൻ രാജാവ് 1, മാദോൻ രാജാവ് 1, ഹാസോർ രാജാവ് 1, ഷിമ്രോൻ മേരോൻ രാജാവ് 1, അക്ഷാപ്പു രാജാവ് 1, താനാക് രാജാവ് 1, മെഗിദോ രാജാവ് 1, കാദേശ് രാജാവ് 1, കർമ്മേലിലെ യൊക്നെയാം രാജാവ് 1, ദോർമേട്ടിലെ ദോർ രാജാവ് 1, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് 1, തിർസ രാജാവ് 1. ആകെ 31 രാജാക്കന്മാർ.